വെൽക്കം ടു ഫാമിലി ലെക്ചേഴ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതായാലും അതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് എല്ലാം വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിലപ്പോൾ സ്റ്റക്ക് ആയി പോകും. പക്ഷെ അതിന് ആവശ്യമില്ല. നമ്മളൊന്ന് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എക്സാമിന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് അതിന്റെ ഡാറ്റ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനുണ്ടാവും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ ക്വസ്റ്റ്യന് നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക്, അതായത് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആയിരുന്നു അല്ലെ. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് 4 × 10⁻⁻⁷ കൂളം ലൊക്കേറ്റഡ് അറ്റ് 9 സെന്റിമീറ്റർ എവേ. ഓക്കെ, അതായത് എന്താ ഇവിടെ പറഞ്ഞേ, ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ചാർജ് ഉണ്ട്, ഒരു പോയിന്റ് ചാർജ്. ആ ചാർജിന്റെ ചാർജ് എന്ന് പറയുന്നത് 10⁻⁷ കൂളം ആണ്. ഓക്കെ, അതിൽ നിന്ന് 9 സെന്റിമീറ്റർ അപ്പാർട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, 9 സെന്റിമീറ്റർ. ഈ ഒരു ചാർജ് കാരണം ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തായിരിക്കും ഇക്വേഷൻ? നമുക്കറിയാം പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഇസ് V ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. V ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R ആയിരുന്നു അല്ലെ. ഇവിടെ എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ വാല്യൂസ് തന്നിട്ടുള്ളത് നോക്കിയേ. ഫസ്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്യൂന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഇസ് 4 × 10⁻⁷ കൂളം തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 9 സെന്റിമീറ്റർ. നമുക്കതിനെ SI യൂണിറ്റിലേക്ക് മാറ്റണം. സോ 9 × 10⁻⁻2 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ആൻസർ ചെയ്യാലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1/4πε0 നിങ്ങൾ എല്ലാ സമയത്തും കാൽക്കുലേറ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിന് പകരം നിങ്ങൾ അതിന്റെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോട്ടോ. 1/4πε0യുടെ വാല്യൂ നിങ്ങൾ അതൊരു ഫോർ എക്സാമ്പിൾ 1/4πε0 നമ്മൾ K എന്ന് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ വാല്യൂ 9 × 10⁻⁹ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഡയറക്റ്റ് ആയി പഠിച്ചു വെച്ചോ. ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് കുറെ ടൈം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, ടൈം കൺസ്യൂം ചെയ്യുന്ന അത്രത്തോളം ഒരു പ്രോബ്ലത്തിൽ ഒരുപാട് ടൈം എടുക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് V ആണ് കാണാനുള്ളത്. V ഈക്വൽ ടു 1/4πε0 Q/R. ഇത് ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. 1/4πε0ന്റെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, 9 × 10⁻⁹. ക്യൂന്റെ വാല്യൂ എന്തായിരുന്നു, 4 × 10⁻⁻7 ആയിരുന്നു, ഡിവൈഡഡ് ബൈ. ഇനി എന്തായിരുന്നു, പിന്നെ നമ്മുടെ ആറിന്റെ വാല്യൂ 9 × 10⁻⁻2 ആണ്. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എന്താ കിട്ടുക, 4 × 10⁻⁴ വോൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ വാല്യൂസ് കറക്റ്റ് അല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം ഇപ്പൊ ആൻസേഴ്സ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പൊ നമ്മൾ വാല്യൂസ് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, കറക്റ്റ് അല്ലേ എന്താന്ന് ചെയ്ത് നോക്കണം. പിന്നെന്താ, ഓക്കെ, ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അതിന്റെ B പാർട്ട്. ഹെൻസ് ഒബ്റ്റെയിൻ ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഓഫ് 2 × 10⁻⁹ കൂളം ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് P. Does the answer depend on the path along which charge is brought? ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ചാർജിന്റെ വാല്യൂ Q ആണ്. 2 × 10⁻⁻9 കൂളം നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഇതിനടുത്തേക്ക് എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്കാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം ആ ഒരു ചാർജിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ. എത്രയായിരിക്കും വർക്കിന്റെ വാല്യൂ? എന്തായിരിക്കും വർക്ക്? എങ്ങനെയാ കാണാ? വർക്ക് കാണാനുള്ള ഇക്വേഷൻ W ഈക്വൽ ടു നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യൽ. അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. വിയുടെ വാല്യൂ എന്താണ്? വി ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടി 4 × 10⁴ വോൾട്ട് എന്ന് നമുക്ക് കിട്ടി. 10⁴ വോൾട്ട്. പിന്നെ നമ്മുടെ ക്യൂവിന്റെ വാല്യൂ എന്താണ്? Q ഇസ് ഈക്വൽ ടു 2 × 10⁻⁹. ഇനി നമുക്ക് W സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. W എന്തായിരിക്കും ആൻസർ വരിക? W വിൽ ബി ഈക്വൽ ടു, നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി, -9 × 4 × 10⁻⁴. ആൻസർ എന്തായിരിക്കും? 8 × 10⁻⁻5. വാക്കിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? ജൂൾസ് അല്ലേ? അപ്പോ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും യൂണിറ്റ് പ്രോപ്പർ ആയിട്ട് ഇടാം. ഓക്കെ, ഒരു ആൻസർ കഴിഞ്ഞാൽ യൂണിറ്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്തായാലും പ്രോപ്പർ ആയിട്ട് യൂണിറ്റ് എഴുതണം. ഓക്കെ, അപ്പൊ ഇതാണ് വാല്യൂസ്. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാസ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യന് മുന്നേ എഴുതി വെക്കുക. അപ്പൊ കൂടുതൽ എളുപ്പത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും പറ്റും. ഓൾസോ നിങ്ങൾക്ക് എക്സാമിനും കുറച്ചുകൂടെ നല്ല രീതിയിൽ ആൻസർ ചെയ്ത് നല്ല മാർക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് 10 cm ഹാസ് ചാർജ് 5 microcoulomb അറ്റ് ഈച്ച് ഓഫ് ഇറ്റ് വെർട്ടീസസ്. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ഹെക്സഗൺ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഹെക്സഗൺ ഉണ്ട്. ഈ ഹെക്സഗണിന്റെ സൈഡ്സ് ഒക്കെ 10 cm ആണ്. ഹെക്സഗണിന്റെ എല്ലാ വെർട്ടീസസിലും 5 microcoulomb ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സെന്ററിൽ ഈ ഒരു എല്ലാ വെർട്ടീസസിലും കാരണം ഉണ്ടാകുന്ന ചാർജിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഫിഗർ വെച്ചിട്ട് നോക്കാം. നമുക്കൊരു ഫിഗർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഹെക്സഗൺ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഹെക്സഗണിന്റെ എല്ലാ സൈഡ്സും എന്താണ്? പ്രോപ്പർ ആയിട്ട് 10 cm ആണ് ഹെക്സഗണിന്റെ എല്ലാ സൈഡ്സും വരുന്നത്. ഓക്കെ, എല്ലാ സൈഡ്സിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5 microcoulomb ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കാണേണ്ടത് ഈ ഒരു പോയിന്റില്, ഈ പോയിന്റ് P എന്ന് ഞാൻ മാർക്ക് ചെയ്ത പോയിന്റില് എന്താണ്? അവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് കാണുന്നത്. സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കറിയാം, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു തന്നു, ഇവിടെ എന്തുണ്ട്? ഇതാണ് 10 cm ആണ് എന്തെന്ന് പറഞ്ഞു? ഓക്കെ, 10 cm ആണ് എല്ലാ സൈഡ്സും 10 cm ആണ്. Then what about the internal? ഈ സൈഡ്സിന്റെ വാല്യൂ എന്തായിരിക്കും? എല്ലാ സൈഡ്സ് എല്ലാം 10 cm ആണെങ്കിൽ ഈ സൈഡ്സ്, ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള സൈഡ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഓൾസോ 10 cm. കാരണം എന്താണ്? ഒരു ഹെക്സഗൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഹെക്സഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ആകുന്ന ഇതൊരു ഈക്വൽ എല്ലാ ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതൊരു 10 cm ആണെങ്കിൽ ഇതും 10 cm, ഇത് 10 cm. ഓക്കെ, അപ്പൊ ഇത് എന്തായിരിക്കും? ഇവിടെ 10 cm ആയിരിക്കും വരുന്നത്. This will be also 10 cm. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണാം. നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് എന്നുള്ള ഒരു പോർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ആ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതിൽ നോക്കിയേ, ഒരു സിസ്റ്റം ഓഫ് ചാർജസ്, അതായത് ഒന്നിൽ കൂടുതൽ ചാർജസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ ചാർജസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ സം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ പറയുന്ന സമയത്ത് നമ്മൾ ഈ P എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് കാണുന്നതെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ 5 microcoulomb അല്ലെങ്കിൽ ഈ ഒരു ചാർജ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, ഇത് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും, ഇങ്ങനെ എല്ലാ 6 ചാർജസ് കാരണം ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഈ ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം എന്തായിരിക്കും? സം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. ഓക്കെ, ആദ്യം നമുക്ക് ഫസ്റ്റ് എന്ത് കാണാം? പൊട്ടൻഷ്യൽ ഡ്യൂ ടു
ഈച്ച് ചാർജ് 5 മൈക്രോ, അതാദ്യം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ക്യൂയുടെ വാല്യൂ നമുക്കറിയാലോ, ദാറ്റ് ഇസ് 5 മൈക്രോ കൂളും, ദാറ്റ് ഇസ് 5 ഇൻറ്റു 10⁻⁻6 കൂളും ആണ്. പിന്നെ ആറിന്റെ വാല്യൂ നമുക്കറിയാലോ, ആറിന്റെ വാല്യൂ എന്താ പറഞ്ഞത്, 10 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് 10 ഇൻറ്റു 10⁻², അല്ലെങ്കിൽ 10⁻³ എന്ന് എഴുതിയാലും മതി, മീറ്റർ അല്ല 10⁻⁻1 എന്ന് എഴുതിയാലും മതി, മീറ്റർ. ഓക്കെ, ദെൻ നമുക്ക് കാണാനുള്ളത് എന്താണ്, പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഈ ചാർജ് ആണ് നമ്മൾ കാണുന്നത്. സോ ഇറ്റ് വിൽ ബി എന്താണ് 1/4πε0 Q ഡിവൈഡഡ് ബൈ R ആണ്. എന്തായിരിക്കും ആൻസർ വരിക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4πε0 നിങ്ങൾ പഠിച്ചു വെച്ചോ, 9 ഇൻറ്റു 10⁻9 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. ക്യൂയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 5 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10⁻². ഓക്കെ, ഫൈനൽ ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? ഓരോരോ ചാർജസ് കാരണം ഉണ്ടാകുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും നിങ്ങൾ ഫൈൻഡ് ചെയ്ത് നോക്കട്ടാ. എന്നിട്ട് നമുക്കിപ്പോ ഇനി കാണേണ്ടത് എന്താണ്, ടോട്ടൽ ആണ്, ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ദാറ്റ് വിൽ ബി 6 ഇൻറ്റു V ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഫൈനൽ ആൻസർ കിട്ടുന്ന നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇറ്റ് വിൽ ബി 2.7 ഇൻറ്റു 10⁻6 വോൾട്ട് എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അധികം ടഫ് ഒന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ചാർജിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ചാർജിന്റെ സെയിം സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ കേസ് എങ്ങനെയാ മാറിയത്? ഒരു സിസ്റ്റം ഓഫ് ചാർജസ് കാരണം, അല്ലെങ്കിൽ 2 or more ചാർജസ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 3 point charges, 1 microcoulomb, -1 microcoulomb, 2 microcoulomb were initially at infinite distance. Calculate the work done in assembling the charges at the vertices of an equilateral triangle of 10 cm. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നല്ലൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയത്. ആ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ നിങ്ങൾക്ക് ഇതിനി ടപ്പേന്ന് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം മതി. നമ്മളെടുത്ത 3 ചാർജസ് ഉണ്ട്. Q1 equal to 1 microcoulomb, Q2 equal to -1 microcoulomb and Q3 equal to 2 microcoulomb. ഇങ്ങനെ പറയുന്ന 3 ചാർജസ് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ 3 ചാർജസ് നമ്മൾ എന്ത് ചെയ്യാണ്? അസംബിൾ ചെയ്യാണ്. അസംബിൾ ചെയ്തിട്ട് നമ്മൾ എങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇതിനെ അസംബിൾ ചെയ്ത് കൊണ്ടുവരുന്നത്? ദാറ്റ് ഈസ്, ഇതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസില് ഈ ഒരു 3 ചാർജസ് പ്ലേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടെ Q1 നമ്മൾ പ്ലേസ് ചെയ്യുന്നു, Q1 equal to 1 microcoulomb. ഇവിടെ Q2 പ്ലേസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് equal to -1 microcoulomb. ഇനി ഇവിടെ Q3 പ്ലേസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 2. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും പ്ലേസ് ചെയ്യാണ്. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഇതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ 3 എണ്ണത്തിനെയും അടുത്തടുത്ത് പ്ലേസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്നാണ് നമ്മൾ കാണേണ്ടത്. വർക്ക് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച എല്ലാവരും. തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. എല്ലാത്തിൻ്റെതും 10 സെന്റിമീറ്റർ. എങ്ങനെയാണ് കാണാം? നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, വർക്കാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, പൊട്ടൻഷ്യൽ അല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യലിന്റെ ആണ്. നമുക്കറിയാം ഒരു പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു ഇൻഫൈനൈറ്റ് പോയിന്റിൽ നിന്നും ഒരു പോയിന്റിലേക്ക് നമുക്കൊരു ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇത് നമുക്കറിയാവുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ചാർജസിനെ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യാൻ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മാത്രം കണ്ടാൽ മതി? ഈ ഒരു പോയിന്റ്സിൽ ഉണ്ടാകുന്ന ഇവിടുത്തെ നെറ്റ് എന്ത് കണ്ടാൽ മതി? പൊട്ടൻഷ്യൽ കണ്ടാൽ മതി. ഇതെല്ലാത്തിന്റെ ഈ ഒരു സിസ്റ്റം ഓഫ് ചാർജസിന്റെ നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. ഞാൻ ടോട്ടൽ പൊട്ടൻഷ്യലിനെ ഞാൻ ജസ്റ്റ് U എന്ന് ഡിനോട്ട് ചെയ്യാണ്. is equal to, ഇത് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ സിസ്റ്റം ഓഫ് ചാർജസ് അല്ലേ. അപ്പൊ ഒന്ന് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 2 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ 2 എന്ന് പറയുന്ന ചാർജിന്റെ അടുത്തേക്ക്
ഈ ഒരു 1നെയും അതേപോലെ തന്നെ Q2നെ എന്ത് ചെയ്യാണ് പ്ലേസ് ചെയ്യാണ്. അപ്പൊ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ മെഷർ ചെയ്ത്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1ന്റെ അടുത്തേക്ക് നമ്മൾ 2നെ കൊണ്ടുവരുന്നു, അപ്പൊ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതേപോലെ തന്നെ എന്താ പറയാ, രണ്ടാമത്തിന്റെ അടുത്തേക്ക് 1ന്റെ അടുത്തേക്ക് 3നെ കൊണ്ടുവരുന്നു, അപ്പൊ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഇനി Q1 Q2 ആയിട്ടൊരു സിസ്റ്റം ഉണ്ടായി, അവിടേക്ക് Q3നെ കൊണ്ടുവരുന്നു, അപ്പൊ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായി. ഇതിന്റെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ 3 ചാർജസിനെ ഒരു ട്രയാങ്കിളിലെ 3 വെർട്ടീസസിൽ പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി U12 പ്ലസ് U23 പ്ലസ് U31. ഓക്കെ, അതായത് 1 കാരണം 2ലുള്ള പൊട്ടൻഷ്യൽ, 2 കാരണം 3ലുള്ള പൊട്ടൻഷ്യൽ, 3 കാരണം 1ൽ ഉണ്ടാവുന്ന 2 കാരണം 1ൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യല്, അതേപോലെ തന്നെ 3 കാരണം 2ൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യല്, 1 കാരണം 3ൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, അതായത് റെസ്പെക്ട് ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യാലോ. ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് ഏത് ടേം ഉണ്ടാവും, 1/4πε0 ഉണ്ടാവും അല്ലെ. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, കോമൺ ആയി എടുക്കുന്നു. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, 2 ചാർജസ് ഉണ്ടെങ്കിൽ അതെന്താണ്, ഇപ്പൊ ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ Q1 Q2 ഡിവൈഡഡ് ബൈ R12 പ്ലസ് U23 ആണെങ്കിലോ Q2 Q3 ഡിവൈഡഡ് ബൈ R23 പ്ലസ് പിന്നെന്താ Q3 Q1 Q2 R31. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ ആ ഇലക്ട്രിക് ഫീൽഡിലെ 2 പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള വാല്യൂ നമ്മൾ പഠിച്ചതല്ലേ. നമ്മളിത് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെ നമുക്ക് കാണുന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്തു വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്തായിരുന്നു 9 × 10⁻⁹ ആയിരുന്നു. Q1 Q2ന്റെ വാല്യൂ എന്തായിരിക്കും, 10⁻⁻6 × Q2ന്റെ വാല്യൂ -10⁻⁻6 ഡിവൈഡഡ് ബൈ R12 എന്തായിരിക്കും 10 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 10 × 10⁻⁻2 അല്ലെങ്കിൽ 10⁻⁻1 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി Q2 Q3 എടുത്തുമ്പോൾ Q2 തന്നെയാണ് 10⁻⁻6 ആണ്. Q3 എന്ന് പറയുന്നത് 2 × 10⁻⁻6 അല്ലെ, 10⁻⁻6 ഡിവൈഡഡ് ബൈ R-1 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി പ്ലസ് ഇവിടെ ചെയ്യുമ്പോഴോ then again Q3 ആണ്, that is 2 × 10⁻⁻6 into Q1 10⁻⁻6 U. Okay, plus 2 × 10⁻⁻6 into 10⁻⁻6 divided by 10⁻⁻1 എന്ന. ഓക്കെ, നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും, നിങ്ങൾ ചെയ്തു നോക്കുക, ഓരോന്നായിട്ട് നിന്ന് ചെയ്തു നോക്കുക. ദാറ്റ് ഈസ് നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് -9 × 10⁻⁻2 ജൂൾസ് എന്നാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ടേംസ് എന്ത് ചെയ്യും, കട്ടായി പോയി ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നോക്കിയാൽ മതി. ഇതായിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്കിയേ, ഇതാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് കിട്ടി. ഇനി വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ. ഇവിടുത്തെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്തായിരുന്നു, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ അതായത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നാണ് ഈ ഓരോരോ ചാർജസിനെയും 10 സെന്റിമീറ്റർ അപ്പാർട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കുന്ന സമയത്ത് ഓരോ ചാർജസും മറ്റ് ചാർജസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 0. കാരണം അതെന്താണ്, ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യലിലാണ് ഉള്ളത്. സോ അതെന്ന് പറയുന്നത് 0 വോൾട്ട് ആയിരിക്കും. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കാം, UF - 0. സോ വർക്ക് ഡൺ ഈക്വൽ ടു UF ആണ്. സോ ഇവിടുത്തെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. വർക്ക് ഡന്റെ വാല്യൂ എന്ത് കിട്ടി, -9 × 10⁻⁻2 ജൂൾസ്. ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, അത് കിട്ടി. ഇതാണ് നമ്മുടെ വാല്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്തത്, ഇത് നമ്മൾ ചെയ്തത് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് കാരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചാർജസിനെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മൾക്ക് കാണേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ കാണാം, പൊട്ടൻഷ്യൽ എനർജി കാണാം. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ ബ്രിങ് ചെയ്യാനുള്ള
എന്താണ് വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വർക്ക് ഡൺ കാണാം. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V at any point XYZ is given by V equal to 3x square, where x is in meters and V is in volts. The electric field at the point 1 meter to 1 meter 0 2 meter is. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്, നമുക്ക് ഇവിടെ പൊട്ടൻഷ്യലിനെ എന്ത് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഇത് തന്നിട്ടുണ്ട്, എക്സ്പ്രഷൻ ദാറ്റ് ഇസ് 3x square എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് എന്താണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പോയിന്റ് തന്നിട്ടുണ്ട് 1 0 2 എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് നമ്മളോട്, സോറി ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് എങ്ങനെ കാണാം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് കുറച്ച് ലൈക്ക് ഇതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ട്ടാ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണ്. സോ വി ക്യാൻ സിംപ്ലി, എന്താ ഞാൻ പറഞ്ഞത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാലോ. വിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വി എന്താണ്, വി എന്ന് പറയുന്നത് 3x square ആണ്, നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. V equal to 3x square. അപ്പോ ഇന്റെ വാല്യൂ എന്തായിരിക്കും, -v/dx of 3x square will be equal to എന്ത് കിട്ടും, 3x square ഡെറിവേറ്റീവ് എന്താണ്, x square ഡെറിവേറ്റീവ് ഈസ് 2x. അപ്പൊ 2 into 3 -6x എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതല്ലേ. 3x square നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് dx square dx ആണ്. സോ 3x square എന്താണ്, x raised to n ന്റെ ഡെറിവേറ്റീവ് വരൽ എന്താണ്, നമുക്കറിയാവുന്ന കേസാണ്. x raised to n ന്റെ ഡെറിവേറ്റീവ് nx - 1. സോ 2 into x raised to n - 1 എന്ന് പറയുമ്പോൾ 2 - 1 1 ആയിരിക്കും. 2 into 3 will be equal to 6x എന്ന് കിട്ടും. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് ട്ടാ. -6 എന്ന് കിട്ടി. അപ്പൊ ഇന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് എന്താണ്, ഇന്റെ വാല്യൂ ഇവിടെ കിട്ടി. നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 1 0 2 എന്നാണ്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്, x equal to 1 meter ആണ്. ദെൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാലോ, E equal to -6 into 1 that is -6 volt per meter. ഓക്കെ, കിട്ടി, ആൻസർ കിട്ടി. സിമ്പിൾ അല്ല, നോക്കിയാ. അപ്പൊ ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്താൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -dv/dx ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തത് എന്തായിരുന്നു, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, ഫൈൻഡ് ദ ടോട്ടൽ ചാർജ് സ്റ്റോർഡ് ഇൻ ദ നെറ്റ്വർക്ക് ഓഫ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആസ് ഷോൺ ഇൻ ഫിഗർ. നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ 4 കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എന്താ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ടോട്ടൽ ചാർജ് സ്റ്റോർഡ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ഇത് നോക്കിയേ. അതിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ കണക്ഷൻ ആദ്യം നിങ്ങൾ എന്താ ആലോചിക്കണം, ഇതൊരു പാരലൽ കണക്ഷൻ ആണോ ഒരു സീരീസ് കണക്ഷൻ ആണോ എന്ന് ആലോചിക്കണം. ഒരു പാരലൽ കണക്ഷൻ ആണോ സീരീസ് കണക്ഷൻ ആണോ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ C1 അതേപോലെ തന്നെ ഇത് C2 അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് കാണിക്കാൻ ഞാൻ. അപ്പൊ ഇത് ആദ്യം നിങ്ങൾ പാരലൽ കണക്ഷൻ ആണോ സീരീസ് കണക്ഷൻ ആണോ നോക്കണം. അത് നോക്കിയേ, ഈ രണ്ട് ഇവിടെയില്ല, അതായത് 4 മൈക്രോഫാരഡെ 2 മൈക്രോഫാരഡെ എന്ന് പറയുന്ന ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ രണ്ട് കപ്പാസിറ്റേഴ്സിന്, അതായത് ഇതൊരു സിസ്റ്റം ആണെന്ന് വിചാരിച്ചോ, ഇത് രണ്ടും സീരീസ് ആണോ, അല്ല. ഇതെന്താണ്, ഇതിന്റെ രണ്ടിന്റെയും ആസ് എ കോമ്പിനേഷൻ ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഫിഗർ വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെയാണ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇതിൽ കണക്ഷൻ പോയിട്ടുള്ളത് ഈ ഒരു മെത്തേഡിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ കണക്ഷൻ ഉള്ളത്. ഇതാണ് നമ്മുടെ 3 വോൾട്ടിന്റെ വോൾട്ട്. ഇത് 4 മൈക്രോ ഫാരഡെ, ഇത് 2 മൈക്രോ ഫാരഡെ, ഇത് 6 മൈക്രോ ഫാരഡെ, ഇത് 3 മൈക്രോ ഫാരഡെ. അതായത് ഈ രണ്ട് കപ്പാസിറ്റേഴ്സും സീരീസ് ആണ്. ഓക്കെ, ഇവിടെയുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് എന്താണ്? ഇത് രണ്ടും സീരീസ് ആണ്. ഇത് സീരീസ് 1 ആൻഡ് ദിസ് ഇസ് സീരീസ് 2. ഓക്കെ, ഇനി ഈ രണ്ട് സീരീസിന്റെയും അക്രോസ് ആയിട്ട് ഇതെങ്ങനെയാ കൊടുത്തിട്ടുള്ളത്? ഇവിടത്തെ ഈ ഒരു സിസ്റ്റം, ഈ സിസ്റ്റം എങ്ങനെയാ വരുന്നത്? ഇത് പക്ഷെ പാരലൽ ആണ്. ഈ രണ്ട് സീരീസുകളും എന്താണ്? പാരലൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പോ ആസ് എ ഹോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? രണ്ട് കപ്പാസിറ്റേഴ്സ്, അതായത് ഇപ്പൊ നമുക്ക് പറഞ്ഞു വരാണെങ്കിൽ എന്താ പറയാ, ഇത് മനസ്സിലായല്ലോ? സീരീസ് 1 സീരീസ് 2 ഏതാണ്? നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീരീസ്, ഇതൊരു സീരീസും ഇതൊരു സീരീസും ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് സീരീസ് 1, ഇത് സീരീസ് 2. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ സീരീസ്, രണ്ട് സീരീസ്. ഓക്കെ, രണ്ട് സീരീസ് കളക്ഷൻസ്. ആ രണ്ട് സീരീസ് കളക്ഷന് പാരലൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സീരീസിലെ എന്ത് കാണാം? റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് കാണാം. നമുക്കറിയാലോ സീരീസ് കണക്ഷൻ ആണ്, സീരീസ് 1 സീരീസ് കണക്ഷൻ ആണ്. സോ എന്തായിരിക്കും? ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ നമുക്ക് ഇക്വേഷൻ അറിയാലോ, 1/C1 പ്ലസ് 1/C2 ആയിരിക്കും വരുന്നത്. ഇവിടെ എന്ത് വരും? 1/C1 എന്താണ്? 1/4 പ്ലസ് 1/2 എന്ന് വരുന്നു. ഓക്കെ, ദാറ്റ് ഇസ് 1/4 പ്ലസ് 1/2 എത്രയാ? നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൽ എന്തായിരിക്കും? നോക്കട്ടാ, 2 പ്ലസ് 4 പ്ലസ് 6 ഇതിൽ നമുക്ക് വാല്യൂ കിട്ടല് 3/4 എന്നായിരിക്കും. അതിന് നമുക്ക് കാണുന്നത് സീക്വലന്റ് ആണ്. സോ വിൽ ബി 4/3 മൈക്രോ ഫാരഡെ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ കണ്ടു, ഈ ഒരു പോർഷനിലെ ഇക്വലന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4/3 മൈക്രോ ഫാരഡെ ആണ്. ഇനി രണ്ടാമത്തെ നോക്കിയാലോ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? സീരീസ് 2 കൺസിഡർ ചെയ്യാണ്. സീരീസ് 2 കൺസിഡർ ചെയ്താലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 1/C ഇക്വലന്റ് എന്ന് പറയുന്നത് 1/C1 പ്ലസ് 1/C2 ആണ്. സോ നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ 6 പ്ലസ് 1/, അവിടെ എന്തായിരുന്നു? രണ്ടാമത്തെ വാല്യൂ 3 ആയിരുന്നു. ഓക്കെ, ഫൈനൽ ആൻസർ എന്ത് കിട്ടും? സി ഇക്വലന്റ് ആണ് നമുക്ക് വേണ്ടത്. ഇറ്റ് വിൽ ബി 2 മൈക്രോ ഫാരഡെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഫിഗർ എങ്ങനെയായിട്ട് മാറി? ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഫിഗർ ആണ്. അതായത് രണ്ട് കപ്പാസിറ്റേഴ്സ്, ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ ഓക്കെ, ഓക്കെ, ഇത് 3 വോൾട്ട്സ് ആണ്. ഒരെണ്ണത്തിന്റെ നമുക്ക് ഫസ്റ്റ് എന്താ കിട്ടി? 4/3 മൈക്രോ ഫാരഡെ. ഇതിൻ്റെത് 2 മൈക്രോ ഫാരഡെ. ഇനി ഇതിന്റെ പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇനി എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഈ ഒരു പാരലൽ കണക്ഷന്റെ എന്താണ് നമ്മൾ കാണേണ്ടത്? ഇനി ഇപ്പൊ ഒരു പാരലൽ കണക്ഷൻ ആണല്ലോ നമുക്ക് കിട്ടിയേ, അല്ലേ? നോക്കിക്കോട്ടാ, ഈ ഒരു പാരലൽ കണക്ഷന്റെ
ആസ് എ ഹോൾ അവിടെ ഉണ്ടാവുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം പാരലൽ കണക്ഷൻ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? പാരലൽ കണക്ഷൻ ആണെങ്കിൽ സി ഇക്വലന്റ് ഈക്വൽ ടു C1 പ്ലസ് C2 നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇക്വലന്റ് എന്തായിരിക്കും? 4/3 മൈക്രോഫാരഡെ പ്ലസ് 2 മൈക്രോഫാരഡെ. ആൻസർ എന്ത് വരും? ദാറ്റ് വിൽ ബി 10/3 മൈക്രോഫാരഡെ ആയിരിക്കും. പക്ഷെ നമുക്ക് കാണാനുള്ളത് കപ്പാസിറ്റൻസ് ആണോ? നമ്മളോട് കാണാൻ പറഞ്ഞത്? അല്ല, നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ചാർജ് ആണ് കാണാൻ പറഞ്ഞത്. ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം C ഈക്വൽ ടു Q/V ആണ്. എങ്ങനെയാണെങ്കിൽ Q എന്തായിരിക്കും? C ഇൻറ്റു V. C നമുക്കറിയാലോ 10/3 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു V എത്രയാണ് തന്നിട്ടുള്ളത്? നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു V എന്ന് പറയുന്നത് എന്തായിരുന്നു? 3 volts ആയിരുന്നു. അപ്പോൾ ഇറ്റ് വിൽ ബി 3 volts. ആൻസർ എന്തായിരിക്കും വരിക? ഫൈനൽ ആൻസർ വരിക 10 ഇൻറ്റു 10⁻⁻6 കൂളും എന്നാണ്. നമുക്ക് ജസ്റ്റ് സിംപ്ലി 10 മൈക്രോ കൂളും എന്ന് എഴുതാം. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് എക്സാമിനെ കുറിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉള്ള, നമുക്ക് കുറച്ച് ഡൈവേർട്ടിംഗ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. സിസ്റ്റം ഓഫ് ചാർജസ് ആയാലും, പിന്നെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന്റെ ഡെറിവേറ്റീവ് ആണെന്നുള്ള ആ ഒരു കാര്യം, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പോലത്തെ കണക്ഷൻസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ ചെയ്തൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ലായിരിക്കും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാംസ് ഇപ്പൊ എക്സാംസ് വരാറായി, 6-നുള്ള എക്സാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക, എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യുക കേട്ടോ. അപ്പൊ ദെൻ ഓക്കെ, സീ യു, താങ്ക് യു.